ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ഞങ്ങൾ ഒരുക്കുന്ന ഒരു എളിയ ദൃശ്യാവിഷ്കാരം. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതംകളിയുമായി ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തെയും മാന്യ സദസ്സിനെയും സർവോപരി അഭിവന്ദ്യ ഗുരുജനങ്ങളെയും വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അല്ല, കൂട്ടുകാരും കാണാനില്ലല്ലോ. എവിടെ പോയി എല്ലാവരും? എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് കളിച്ചാലോ? എന്ത് കളിയാ ഇപ്പൊ കളിക്കുക? പൂപ്പറിക്കാൻ പോരുമോ എന്ന കളി കളിച്ചാലോ? പൂപ്പറിക്കാൻ പോരുമോ, പോരും അമ്പിളി രാവിലെ. ആരെ നിങ്ങൾക്ക് ആവശ്യം, ആരെ നിങ്ങൾക്ക് ആവശ്യം? അപ്പൂന് ഞങ്ങൾക്ക് ആവശ്യം, അപ്പൂന് ഞങ്ങൾക്ക് ആവശ്യം. എന്നാ പിന്നെ കൊണ്ടേക്കോ, എന്നാ പിന്നെ കൊണ്ടേക്കോ. ഒരു കൊട്ടും പാട്ടും കേൾക്കുന്നില്ലേ? ഭൂതത്തിന് വരവാറായി എന്ന് തോന്നുന്നു. നമുക്ക് കളി മതിയാക്കി വീടുകളിലേക്ക് പോകാം. ശരിയാ, ഭൂതം നമ്മളെ പേടിപ്പിക്കും. എനിക്ക് ഭൂതത്തെ പേടിയാ. എന്നാ നമുക്ക് അപ്പുവിന്റെ വീട്ടിലേക്ക് പോകാം. മുത്തശ്ശി, ഭൂതത്തിന്റെ വരവറിയിക്കുന്ന കൊട്ടും പാട്ടും കേൾക്കുന്നുണ്ടല്ലോ. അതാ ഞങ്ങൾ കളി നിർത്തിയേ. ഞങ്ങൾക്കെല്ലാം ഭൂതത്തെ പേടിയാ. അതെന്താ മക്കളെ, എന്തിനാ ഭൂതത്തെ പേടിക്കണേ? നിങ്ങൾക്ക് ഭൂതത്തെ കുറിച്ച് അറിയാനിട്ടാ. മുത്തശ്ശി ഭൂതത്തെ കുറിച്ച് പറഞ്ഞു തരാട്ടോ. മുത്തശ്ശി, അമ്മ പറഞ്ഞല്ലോ ഭൂതം ഒരു ദുഷ്ടനാണെന്ന്. അങ്ങനെയായിരുന്നു. പണ്ട് ഭൂതം കുന്നിന്റെ ചെരുവിലെ ഒരു പാറയിടുക്കിലായിരുന്നു താമസം. ആ വഴി വരുന്ന ആളുകളെ വഴി തെറ്റിച്ച് രാത്രിയായാൽ അവരുടെ ചോര കുടിക്കലായിരുന്നു ഭൂതത്തിന്റെ പണി. അയ്യോ, അപ്പൊ മുത്തശ്ശിയല്ലേ പറഞ്ഞേ ഭൂതം പാവാന്ന്? അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ഭൂതത്തിന് വലിയ സങ്കടാ. ആ കഥ മുത്തശ്ശി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് നങ്ങേലി എന്നൊരമ്മയ്ക്ക് കുറേ കാലം മക്കളില്ലാതെ വലിയ സങ്കടായിരുന്നു. ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം അവർക്കൊരു ഉണ്ണി പിറന്നു. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഉറുമ്പരിച്ചാലും തലയിൽ വെച്ചാൽ തേനരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. നീക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസം ഭംഗിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോകുന്നത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഓമനത്വമുള്ള കുട്ടി!
എന്തായാലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായി വളർത്തിയാലോന്ന്. അപ്പൊ ഭൂതം എന്ത് ചെയ്തുവെന്നോ? അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിൽ ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ട് അങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലേഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിനിടയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിരിതാ ഞാൻ കളവൂ, കാട്ടിരിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ എന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ